ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഇന്ന് നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഔഷധത്തെ കുറിച്ചിട്ട് നോക്കാം. മറ്റൊന്നുമല്ല, ചങ്ങലം വരണ്ട. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ചങ്ങലം വരണ്ടയെ കുറിച്ച്, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലും പരമാവധി ഒക്കെ ഉണ്ടാവും ചങ്ങലം വരണ്ട എന്നാണ്. പക്ഷെ അത് എന്താണ്, എങ്ങനെയാണ് സസ്യം ഇരിക്കുക എന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇതിന് വൈറ്റിസ് കോണ്ടാമിനൻസ് എന്നാണ് ഇതിന് പൊതുവെ പറയാറ്. നല്ല പച്ച നിറത്തില് ചെടികൾ പടർന്നാണ് പൊതുവെ ചങ്ങലം വരണ്ട കാണാറ്. ചങ്ങലം വരണ്ടയുടെ തണ്ടുകൾക്കിടയ്ക്ക് നല്ല ഫ്ലഷി ആയിരിക്കും. അത് 4 സൈഡുകളാണ് ഉണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ നോഡ്സ് ഉണ്ടാവും. നോഡ്സിൽ നിന്നാണ് ഇലകൾ വരുന്നത്. ഈ ചെടിയുടെ ഒരു രൂപം കണ്ടാൽ തന്നെ നമുക്ക് എന്താ തോന്നുക? ഒരു അസ്ഥികൾ സന്ധിയുമായിട്ട് യോജിച്ചു നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചങ്ങലം വരണ്ട ഉപയോഗിക്കുന്നത് എല്ല് രോഗങ്ങൾക്കാണ്. അതിന്റെ രൂപം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെ, എന്തിനെയാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുക എന്നത്. എങ്ങനെയൊക്കെയാണ് ചങ്ങലം വരണ്ട നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? ഇപ്പം ചെറിയ ചെറിയ ഒടിവുകള്, ഉളുക്ക്, ചതവ് എന്നിവയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബാൻഡേജൊന്നും ചെയ്യേണ്ടാത്ത കണ്ടീഷനാണെങ്കിൽ നമ്മൾ ഇതിന്റെ തണ്ട് അരച്ച് നമ്മൾ പുറത്ത് ഇട്ട് വയ്ക്കാം. അത് വളരെയധികം നല്ലതാണ്. ഉളുക്ക്, ചതവ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. ഇനി ഇതുപോലെ തന്നെ ഒന്നാണ് ചങ്ങലം വരണ്ടന്റെ തൈലം. ചങ്ങലം വരണ്ട തൈലത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. വളരെ വാതരോഗങ്ങളില്, എല്ല് രോഗങ്ങളിലൊക്കെയുള്ള വളരെ നല്ല ഒന്നാണ് ഈ ചങ്ങലം വരണ്ടയുടെ തൈലം. ഇത് കൂടാതെ നമുക്ക് അഗ്നിമാന്ദ്യം ഉണ്ടാവാം, അതായത് പ്രോപ്പറായിട്ട് ദഹനം ഇല്ലാതിരിക്കുക. അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമുക്ക് ചങ്ങലം വരണ്ട ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ്. ചങ്ങലം വരണ്ട നീര് തനിയെ ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ? അപ്പോൾ അത് എന്തെങ്കിലും നമുക്ക് ചമ്മന്തിയായിട്ടോ അത് ചേർത്ത് നാളികേരമൊക്കെ ചേർത്ത് ചമ്മന്തിയായിട്ടോ, അതെല്ലാം നമ്മൾ തോരനൊക്കെ കഴിക്കുമ്പോൾ 1-2 കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇത് നെയ്യിൽ വറുത്ത് എടുത്ത് അതും നമ്മൾ തോരനിലൊക്കെ ചേർത്ത് 1-2 കഷ്ണമൊക്കെ ചേർത്ത് കഴിക്കുന്നത്, സ്ഥിരമായിട്ട് തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി സ്ത്രീകളിൽ അമിതമായിട്ട് രക്തം മൂക്കുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനത്തെ കണ്ടീഷനിൽ ഇതിൻ്റെ നീരെടുത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ അത് വളരെ നല്ലതായിട്ട് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉപയോഗങ്ങളുണ്ടെങ്കിലും ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ അസ്ഥി രോഗങ്ങളിലാണ്. അസ്ഥി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനത്തെ എല്ലാ വാതരോഗങ്ങൾക്കും ഇത് വളരെ അത്യുത്തമമായ ഒരു ഔഷധമാണ്. നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി സ്ട്രക്ചർ പോലും അതുപോലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്കിന് പുറം വേദന, അസഹ്യമായ പുറം വേദന, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമുക്ക് ചങ്ങലം വരണ്ട കൊണ്ട് തൈലം കാച്ചാം. അത് എപ്രകാരമാണെന്ന് വെച്ചാൽ, ചങ്ങലം വരണ്ട ഇടിച്ച് അതിൻ്റെ നീരെടുക്കുക. ഓക്കെ, നീര് നമുക്ക് തൈലം എള്ളെണ്ണയിലാണ് നമ്മൾ കാച്ചുന്നത്. അതിൽ കൽക്കമായിട്ട് ഈ ചങ്ങലം വരണ്ട അരച്ചത് തന്നെ ചേർക്കാവുന്നതാണ്. അപ്പം ഇതുകൊണ്ട് തൈലം കാച്ചി നമുക്ക് സന്ധികളിലും ഒക്കെ തേക്കാം. ഇനിയിപ്പം എല്ല് പൊട്ടിയ കണ്ടീഷൻ തന്നെ, പ്ലാസ്റ്റർ ഒക്കെ ഇട്ട കണ്ടീഷനിൽ തന്നെ ഈ പ്ലാസ്റ്റർ ഊരിയതിന് ശേഷം നമുക്ക് ചങ്ങലം വരണ്ട തൈലം തേക്കുന്നത് വളരെ നല്ലതാണ്. അത് പെട്ടെന്ന് തന്നെ അതങ്ങ് ജോയിൻ ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല, ഇപ്പൊ ചെറിയ ചെറിയ ഒടിവുകളൊക്കെ ഉള്ളൂ, ജസ്റ്റ് നമ്മൾ വെച്ച് കെട്ടിയിട്ടേ ഉള്ളെങ്കിൽ നമുക്കതിൽ ചങ്ങലം വരണ്ടയുടെ തൈലം തേച്ചിട്ട് നമുക്കതിനെ വെച്ച് കെട്ടാം. അപ്പൊ ഇപ്രകാരം എല്ലിനുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, പുറം വേദനയായാലും ശരി, മുട്ടുവേദനയായാലും ശരി, അതല്ല ഉപ്പുറ്റി വേദനയായാലും പോലും നമുക്ക് ചങ്ങലം വരണ്ട തൈലം ഉപയോഗിക്കാവുന്നതാണ്. തൈലം ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനിയിപ്പം തൈലം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇതിനോട് കൂടി തന്നെ നമുക്കത് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ ഒരു ഔഷധ സസ്യമാണ് ചങ്ങലം വരണ്ട. നമുക്ക് ഇതും നമ്മുടെ വീടുകളിൽ ഒന്ന് വെച്ചുണ്ടാക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫ്ലാറ്റിലായാൽ പോലും നമുക്ക് ചട്ടികളിൽ ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ച് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ചങ്ങലം വരണ്ട. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു.